നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് സുധിക്കിട്ട് നല്ല 8ന്റെ പണി തന്നെയാണ് ജോത്സ്യൻ കൊടുക്കുന്നത്. സുധിയുടെ വിചാരം ജോത്സ്യൻ പറഞ്ഞപടി തന്നെ ഓരോ ദിവസം ഓരോ കളറുള്ള ഷർട്ട് ഇടുവാണെങ്കിൽ തന്നെ ആപത്തൊന്നും വന്ന് പിടികൂടൂല. അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ വിശ്വസിച്ച് സുധി എന്ത് ചെയ്തു? അയാള് ഒരു മഞ്ഞ കളറുടെ ഒരു ടവല് പൊതിക്കാൻ കൊടുത്തായിരുന്നു. അതൊക്കെ പൊതിച്ചോണ്ട് ഷർട്ട് പോലും ഇടാതെ വീട്ടിലേക്ക് വരുവാണ്. സുധിക്ക് ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും തന്നെ ഇല്ലാതാക്കാൻ വരുന്ന ആളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏത് മാർഗം സ്വീകരിക്കാനും സുധി തയ്യാറായിരുന്നു. ഈ സമയം സച്ചി കാർ ഓടിക്കാൻ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും രേവതിയെ വിളിച്ചു. രേവതി ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ സച്ചിയുടെ കയ്യിൽ ഒരു കുടുക്കിയിരിക്കുന്നു. ഒരു വലിയ കുടിക്കാണ്, അത്യാവശ്യം വലിയ കുടിക്കുക, പൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ആഹാ ഇത് കൊള്ളാലോ സച്ചേട്ടാന്ന് പറയണ. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, ആ ഇതെന്തിനാടാ മോനെന്ന് ചോദിക്കുകയാണ്. അച്ഛാ ഇനി ഇതൊക്കെ വേണം, കയ്യിൽ ഒന്നാമത്തെ കാര്യം പൈസ നിൽക്കില്ല എന്നുള്ള കാര്യം അറിയാലോ, കുറേശ്ശെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് വന്നു. ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, ആ ഇത് കൊള്ളാലോ, ഇപ്പോഴേ പിച്ചച്ചട്ടി എടുക്കാൻ തുടങ്ങിയോ? ഓ ഇത്ര നേരത്തെ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല ഭാര്യയും ഭർത്താവും കൂടെ നീ പാത്രമായിട്ട് പുറത്തു പോയി പിച്ച ഇടാനിരിക്കുവാണോന്ന് ചോദിക്കാം. ആ സമയം സച്ചി പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യം ഇന്ന് വരെ എനിക്ക് ഉണ്ടായിട്ടില്ലമ്മേ. അതൊക്കെ ഉണ്ടായിരിക്കുന്ന അമ്മയുടെ മൂത്തമാന അറിയാലോ. ക്ഷേത്രത്തിന് അവിടെ പോയി പിച്ച കണ്ടിക്കൊണ്ടിരുന്ന ആരാ, ഞാനാണോന്ന് ചോദിക്കുക. ശരിക്കും ചന്ദ്രമതി അങ്ങോട്ട് നാണം കെട്ടുപോയി. രേവതി പറഞ്ഞു, അമ്മേ കളിയാക്കൊന്നും വേണ്ട, ഇത് പിച്ച എടുക്കാനുള്ള പാത്രമൊന്നും അല്ലെന്ന് പറയണം. അപ്പോഴേക്കും സുധി അങ്ങോട്ടേക്ക് വരുന്നേ അമ്മയെന്നും വിളിച്ചോണ്ട് വരുവാണ്. ആ വന്നല്ലോ, ദേ പിച്ചക്കാരൻ വന്നു കഴിഞ്ഞെന്ന് പറയണം. അപ്പോഴേക്കും ചന്ദ്രമതി സച്ചിനെ ഇങ്ങനെ നോക്കി ഒട്ടും ഇഷ്ടപ്പെടാത്ത മട്ടില്. ആ സമയത്ത് സുധി പറഞ്ഞു, അമ്മേ എന്ന് വിളിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. എന്തേടാ നിന്റെ ഷർട്ടൊക്കെ എന്തിയെ? നീ എന്താ ഈ തുണി പൊറച്ചോണ്ട് വന്നിരിക്കുന്നേ? അമ്മേ ഇത് മതി, ഇത് മതിയെന്നോ? ഇതെന്താടാ, ഇതെന്ത് കോല, നിന്റെ ഷർട്ട് എന്തിയെ? അത് പറഞ്ഞോണ്ട് സുധിയുടെ അടുത്തേക്ക് എന്നിട്ട് ആ ടവൽ അങ്ങോട്ട് മാറ്റുമ്പോഴത്തേനും കഷത്തിനകത്ത് ഷർട്ട് വെച്ചിരിക്കുക. എടാ ഷർട്ട് ഒരു കൈ വെച്ചിട്ടാണ്ടാ നീ തുണിയും പൊതച്ചോണ്ട് വന്നിരിക്കുന്നേ. ആരെങ്കിലും കണ്ടാ എന്ത് വിചാരിക്കും? നിനക്ക് ഭ്രാന്താന്നല്ലേ വിചാരിക്കുള്ളൂ. സച്ചി പറഞ്ഞു, വിചാരിക്കാൻ മാത്രല്ല അവന് ഓൾറെഡി ഭ്രാന്ത് ഉണ്ടല്ലോ. സുധിക്ക് ദേഷ്യം വന്നു. സുധി പറഞ്ഞു, സച്ചി. ആ സമയം ചന്ദ്രമതി ചോദിച്ചു, എടാ നിനക്കിത് എന്തു പറ്റി? നീ എന്തിനാ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നേ? രവീന്ദ്രൻ ചോദിച്ചു, എന്ത് പറ്റിയടാ സുധി? ആ സമയം സുധി പറഞ്ഞു, തൽക്കാലത്തേക്കേ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ പോണേ, ഇത് മാറ്റാൻ പോകുന്നില്ലെന്ന് പറയാം. എടാ നിനക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചന്ദ്രമതി പറഞ്ഞു. പിന്നെ അമ്മയ്ക്കതൊക്കെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് സുധി നേരെ പൂജാമുറിയിലേക്ക് പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവാണ്. എന്തോ ഒരു അസ്വാഭാവികത അവനിൽ എല്ലാവർക്കും തോന്നി. പിന്നീട് സുധി നേരെ മുറിയിലേക്ക് പോകുന്ന സമയത്ത് ചന്ദ്രമതി അവനെ പിടിച്ചിരുത്തി. എടാക്ക് നീ കാര്യം പറഞ്ഞിട്ട് പോ. അമ്മേ എന്നെ ഇല്ലാതാക്കാനായിട്ട് ഏതോ ഒരുത്തൻ നടക്കുന്നുണ്ടല്ലോ, ഒരുത്തനാണോ ഒരുത്തിയാണോന്ന് അറിയത്തില്ല, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇത് മാത്രമേ മാർഗുള്ളൂ. അതും പറഞ്ഞ് നേരെ മുറിയിലേക്ക് പോയി എന്നെ ശല്യപ്പെടുത്താൻ വരില്ലെന്ന് പറഞ്ഞിട്ട്. ആ സമയം സച്ചി പറഞ്ഞു, ഇപ്പോഴാണ് സെറ്റായത്. ചക്കിക്കൊത്ത ചങ്കരെന്ന് പറഞ്ഞ കണക്ക് കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ ചന്ദ്രമതി അടിച്ചു, അല്ല ചന്ദ്രേ അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ കോലം കെട്ടി വന്നിരിക്കുന്നേ? എനിക്കറിയാവോ? അല്ല നിന്നോട് പറയാതെ അവൻ ചെയ്യാറില്ല ഒന്നും, അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിച്ചത്. എല്ലാ കാര്യങ്ങളും നീയും കൂടെ അറിഞ്ഞോട്ടല്ലേ അവൻ ചെയ്യാറുള്ളൂ. ദേവേട്ടാ എനിക്കിതിനെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ല കേട്ടോ, അവൻ എന്തിനാ ഇങ്ങനെ കോലം കെട്ടി വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് രേവതി സച്ചിയോട്, സച്ചിയേട്ടാ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം, ആ കുടുക്ക അതങ്ങോട്ട് വാങ്ങി നോക്കുകയൊക്കെ ചെയ്യണം. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, ഓ ഇതായിരുന്നോ കുടുക്ക? അതെ കുടുക്ക, അതിനകത്ത് ഞങ്ങൾക്ക് പൈസ ഇട്ട് വെച്ചിട്ടേ റൂം പണിയാനുള്ളതെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, എന്താടാ സച്ചി റൂം പണിയാനോ? കുടിക്കകത്ത് പൈസ ഇട്ട് വെച്ചിട്ടോ? എടാ അമ്പലത്തിലെ കൊണ്ട് നേർച്ചിടുന്ന പോലെ 1ഉം 2ഉം രൂപ തുട്ടുകളൊക്കെ അടിക്കില്ലേ? 1ഉം 2ഉം 3ഉം ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ 10-20 വർഷം കഴിയുമ്പോഴത്തേനും നിനക്കൊരു മുറി പണിയാറാവൂന്ന് പറയണം. സച്ചി പറഞ്ഞു, 1 രൂപ 2 രൂപ കോയിൻ വരെ ഉള്ളൂ, 3 രൂപ കോയിൻ ഇതിനായിട്ട് ഇറക്കിയിട്ടില്ലമ്മേ, ഇല്ലായിരുന്നെങ്കിൽ അതും കൂടെ ഇടായിരുന്നു പറയണം. ചന്ദ്രമതി പറഞ്ഞു, പിന്നെ അവിടെ ഇരുന്നാ മതി, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെയൊക്കെ കാലം കഴിഞ്ഞാലും ഈ കുടിക്കയിലെ പൈസ എടുത്ത് നിനക്കൊന്നും റൂം പണിയാൻ പറ്റില്ല. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, ആ കാര്യത്തിൽ അമ്മ പേടിക്കണ്ട, എന്ത് വേണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം. പിന്നീട് സച്ചി രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛൻ വേണം ഐശ്വര്യമായിട്ട് ഇതിനകത്ത് ആദ്യത്തെ പൈസ ഇടാനെന്ന് പറയണം. ഞാനോ? അതെ അച്ഛൻ ഇട്ടാ മതി എന്ന് പറയണം. അപ്പോഴേക്കും ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ ചന്ദ്രമതി അങ്ങോട്ട് വിളിച്ചു, ചന്ദ്രയും കൂടെ വരാൻ പറയണം. എന്തിന്? ദേ നമ്മൾ രണ്ടും കൂടെ ഐശ്വര്യമായിട്ട് ഇതിനകത്തേക്ക് ആദ്യത്തെ പൈസ ഇടണമെന്ന് പറഞ്ഞു. ചന്ദ്രമതിക്ക് പുച്ഛഭാവമായിരുന്നു.
അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറയണം. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു അയ്യോ പൈസ എൻ്റെ ഇല്ല, ഞാൻ പോയി പൈസ എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു അതൊന്നും വേണ്ടച്ചാ, എൻ്റെ പൈസ ഉണ്ടെന്നും പറഞ്ഞ് രവീന്ദ്രൻ്റെലേക്ക് പൈസ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ചന്ദ്രമതി രവീന്ദ്രനും കൂടെ ആദ്യത്തെ പൈസ കുടുക്കിക്കകത്തേക്ക് ഇട്ടു. അപ്പോഴാണ് ശ്രുതിയുടെ വരവ്. ശ്രുതി വന്നിട്ട് ചോദിച്ചു ഇതെന്താ ഡൊണേഷൻ ബോക്സ് ആണോന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു അങ്ങനെയൊക്കെ പറയാം ഡൊണേഷൻ ബോക്സ് എന്ന്. അപ്പോഴേക്കും രേവതി പറഞ്ഞു അതല്ല ശ്രുതി, ഇത് കുടിക്കുകയെന്ന് പറയണോ. കുടിക്കോ? അതെ, ഞങ്ങൾക്ക് മുറി പണിയാനായിട്ട് ഇതിനകത്തേക്ക് പൈസ സൂക്ഷിച്ചു വെക്കാനെന്ന് പറയണോ. ഓ അങ്ങനെ. ചന്ദ്രമതി പറഞ്ഞു ഈ കാലത്തെങ്ങും പണിയാൻ പോകുന്നില്ല മോളെ. സച്ചോ ഞങ്ങൾ പണിയും. അല്ല അച്ഛനല്ലേ ഇവിടെ ഇത്ര ആക്കി പണിതേ, അപ്പൊ ഞങ്ങൾ മുകളില് ഞങ്ങളുടെ പൈസ കൊണ്ട് ഞങ്ങളൊരു മുറി പണിയും, നല്ലൊരു അടിപൊളി മുറി പണിയും. പിന്നീട് രേവതി പറഞ്ഞു ആ കുടിക്കും ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ കൊണ്ടേ വെക്കാന്ന് പറയണ. സച്ചി പറഞ്ഞു ഞാൻ കൊണ്ടേ വെക്കാം, ഒരു കാര്യം ചെയ്യാം സുധയുടെ മുറി വെക്കാന്ന് പറയണം. അപ്പോഴേക്കും രേവതി ചോദിച്ചു അവിടെ എന്തിനാ വെക്കുന്നേ, അവിടെ വെക്കണ്ട. രേവതി നിനക്കറിയത്തില്ല ചോണ്ട, അവൻ പേരും കള്ളൻ്റെല്ലേ, അവന്റെ അടുത്ത് കൊണ്ടേ വെക്കുവാണെങ്കിൽ അവൻ ഒരു കാരണവശാലും അടിച്ചോണ്ട് പോകത്തില്ല. കാരണം എന്താണെന്നറിയാവോ, അടിച്ചോണ്ട് പോയിട്ട് നാളെ ചോദ്യം വരുമെന്നറിയാം. അവന്റെ മുറിയിൽ നിന്ന് ആരെങ്കിലും അടിച്ചോണ്ട് പോയാല് അവനും അടിച്ചോണ്ട് പോകാൻ പോകുന്നില്ല, അവന് നല്ല പേടി കാണും. അതുകൊണ്ടാ. ഇത് കേട്ടപ്പോ ശ്രുതിക്ക് നല്ല ദേഷ്യമായി. ശ്രുതി സച്ചിയോട് പറഞ്ഞു സച്ചി വെറുതെ എന്റെ ഭർത്താവിനെ എപ്പോഴും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അതെ കുറ്റപ്പെടുത്തിയതല്ല, അവന്റെ കാര്യത്തിപ്പ് അങ്ങനെയാണല്ലോ. വേറെ ഏത് മുറിയിൽ വെച്ചാലും സേഫ് അല്ലെന്നറിയാം. ഇവൻ മിക്കവാറും ഇത് കുത്തി തുറന്നോണ്ട് പോകും. ക്ഷേത്രത്തിന്റെ അവിടെ പിച്ചണ്ടാരി ഇരുന്നവനല്ലേ അവൻ, ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. ചില്ലറ ഇട്ടാ പോലും അവൻ എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞു. ശ്രുതി ശരിക്കും നാണം കിട്ടുപോയി. ഒടുവിൽ രവീന്ദ്രൻ പറഞ്ഞു എടാ ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, നീ ഒരു കാര്യം ചെയ്യാം, അത് ഞങ്ങളുടെ റൂമിലേക്ക് അവിടെ കൊണ്ടുപോയി വെച്ചേക്കാൻ പറയണ. അവിടെ കൊണ്ടുപോയി വെച്ചാൽ സേഫ് ആണെന്നൊന്നും എനിക്ക് തോന്നില്ല, അവിടെ നിന്നൊക്കെ എടുത്തു കൊടുക്കാനും ആൾക്കാരുണ്ടല്ലോ എന്ന് സച്ചി പറഞ്ഞു. ചന്ദ്രമതി ഉദ്ദേശിച്ചോ പറഞ്ഞാന്ന് ചന്ദ്രമതിക്ക് മനസ്സിലാവുകയും ചെയ്തു. ആ സമയം ശ്രുതി മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ ശ്രുതി ഇങ്ങനെ കട്ടിലേൽ ഇരിക്കുക, ധ്യാനത്തിലിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. ആ കാഴ്ച കണ്ടപ്പോഴത്തേനും ശ്രുതി എന്നിട്ട് ഇതെന്താ ശ്രുതി, ഇതെന്ത് പറ്റി, എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കുക. നിന്റെ ഷർട്ടൊക്കെ എന്ത്, നീ എന്തിനാ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണേന്ന് ചോദിക്കണം. ഒരു മഞ്ഞ കളറാ, അപ്പൊ അന്ന് ധരിക്കേണ്ട ഡ്രസ്സിന്റെ കളർ മഞ്ഞയായിരുന്നു, മഞ്ഞ കളർ ഷർട്ട് ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് മഞ്ഞ കളറിൽ ആ ടവല് അവൻ പൊതച്ചിരുന്നേ. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഇതൊക്കെ വേണമെന്ന് പറയണ, നീ എന്തായി കാണിക്കണേ, നീ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചു. അതെ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കത്ത് വന്ന കാര്യം, ആ കത്തിനകത്ത് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരാൾ മൂലം എനിക്ക് ആപത്തുണ്ടാവും പറഞ്ഞല്ലോ. അപ്പൊ അയാൾ മൂലം ആപത്തുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള രക്ഷാകവചം ഇതെന്ന് പറയണം. രക്ഷാകവചമോ? പിന്നീട് ജോൾസിനടുത്ത് പോയതും അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. ഓരോ ദിവസം ഓരോ കളറുള്ള ഷർട്ട് ഇടണം, അങ്ങനെ എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ നിന്നെ ഒരു ആപത്തും വന്ന് പിടികൂടില്ലെന്നൊക്കെ പറഞ്ഞ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു. ശ്രുതി പറഞ്ഞു ശ്രുതി നീ ഇതെന്ത് ഭാവിച്ചത്, നിനക്ക് ഇത്ര വിവരം ഇല്ലാതെ പോയല്ലോ, നാണമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? ആരെങ്കിലും എന്തെങ്കിലും തോന്നിയ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ പിന്നാലെ പോവാണ് ചെയ്യുന്നത്. ദേ ശ്രുതി നീ പറഞ്ഞ പോലെ ഒന്നുമല്ല, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, കുറെ സമയമായി. മരിയക്ക് ഇതൊക്കെ ഊരിമാറ്റി കളയാൻ പറയണം. ഊരിമാറ്റി കളയാനൊന്നും പോകുന്നില്ല, നീ വേണം ഇനി ഞാൻ ഓരോ ദിവസം ഇടുന്ന ഷർട്ടൊക്കെ വാഷ് ചെയ്യാനായിട്ട്, വേറെ ആരെക്കൊണ്ടും തൊടിക്കലെന്ന സ്വാമി പറഞ്ഞിരിക്കുന്നത്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ ഒന്നുകൂടെ ദേഷ്യമായി ശ്രുതിക്ക്. ശ്രുതി പറഞ്ഞു ശരിക്കും പറഞ്ഞ് നിന്നെ ആരോ ഫൂളാക്കുകയോ ചെയ്തേ, നീ ഇത്ര മരമണ്ടനായപ്പോലോ ശ്രുതി, എന്നാലും ഞാൻ ഇത്രയ്ക്കൊന്നും നിന്നെക്കുറിച്ച് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. പിന്നീട് രേവതി പൂവെടുക്കാൻ പോയിട്ട് തന്റെ കൂട്ടുകാരി ചേച്ചിമാരുടെ അടുത്തേക്ക് ചെന്നു. ആ സമയത്ത് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പൊ അവര് പൂ കെട്ടിക്കൊണ്ടിരിക്കുക. രേവതിയോട് പറഞ്ഞു എത്ര നാളായി ഈ പൂക്കച്ചവടം തുടങ്ങിയിട്ട്, ഇതുവരെ ആയിട്ട് ഒന്നും ശരിയാവുന്നില്ല, ഗതി പിടിക്കുന്ന ലക്ഷണം കാണുന്നില്ല. അപ്പോഴേക്കും രേവതി പറഞ്ഞു അങ്ങനൊന്നും പറയരുത്, പിന്നെ ദൈവത്തിന് നമ്മുടെ മേളില് ഒരു ശ്രദ്ധയില്ല, അല്ല ഉണ്ടായിരുന്നെങ്കിൽ എന്നും നമ്മളിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നോ? ഉള്ളവന് തന്നെ ദൈവം പിന്നെയും കൊടുക്കും, ഇല്ലാത്തവനൊന്നും കൊടുക്കില്ല എന്നൊക്കെ പറയണേ. രേവതി പറഞ്ഞു അങ്ങനൊന്നും അല്ല. അത് കേട്ട് കഴിഞ്ഞപ്പോ അവരോട് നിനക്കെന്താ സുഖം, നിനക്ക് സ്കൂട്ടി ഉണ്ടല്ലോ, നിന്റെ ഭർത്താവ് സ്കൂട്ടി മേടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ സ്കൂട്ടിയും കൊണ്ട് പോകണ്ട കൊടുക്കുക, തിരികെ വീട്ടിൽ വരിക, നല്ല സുഖമല്ലേ, എന്നെ പോലെയൊക്കെ ആണോ, നടന്നു പെറുക്കി പോകേണ്ട കാര്യമൊന്നും ഇല്ലോന്ന് പറഞ്ഞു. ആ സമയം രേവതി പറഞ്ഞു സച്ചേട്ടൻ പാവ, അതാ, പിന്നെ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആ കല്യാണം കഴിഞ്ഞ് ആദ്യം കുറച്ച് നാളില് പിന്നെ എല്ലാവരുടെ സ്വഭാവം പുറത്തു വരുന്നേ. എനിക്കാണെങ്കിൽ ഇന്ന് നല്ല ദേഷ്യം വന്ന് പറയണ. ദേഷ്യം അതെന്തിനാ? അതെ ഞാൻ പൂ കൊടുക്കാനായിട്ട് ഒരു വീട്ടിൽ ചെന്ന് സ്ഥിരമായിട്ട് അവിടെ പോകുന്ന, അപ്പൊ അവിടെ നിന്ന് എനിക്ക് സ്പെഷ്യലായിട്ട് കഴിക്കാനായിട്ട് ഒരു പലഹാരം തന്നു. ഞാൻ എന്ത് ചെയ്തു, എനിക്കത് ഇഷ്ടപ്പെട്ടു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് അതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ തോന്നി. അങ്ങനെ എന്ത് ചെയ്തു, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് അതുപോലെ ഞാനൊന്ന് തയ്യാറാക്കി.
എന്ത് ചെയ്യാനാന്ന് പറ. അങ്ങേരെ അത് കഴിച്ചിട്ട് ഒന്നും ഒരു അഭിപ്രായം പോലും പറഞ്ഞില്ല, എഴുന്നേറ്റ് പോയി. എനിക്ക് നല്ല ദേഷ്യം വന്നു. നമ്മൾ എത്ര സന്തോഷത്തോടെയാ അത് ഉണ്ടാക്കി കൊടുക്കുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ ബാക്കിയിരുന്ന് ഞാൻ ആ പട്ടിക്ക് എടുത്തിട്ട് കൊടുത്തു. പട്ടി അത് കഴിച്ചിട്ട് വാലും ആട്ടിക്കൊണ്ട് പോയെന്ന് പറയണ. അപ്പോഴേക്കും ബാക്കിയുള്ളതെല്ലാം കൂടെ ചിരിച്ചു. ആ സമയത്ത് ഏതൊരു വേറൊരു കൂട്ടുകാർ പറഞ്ഞു, ഇതേ കെട്ടിയന്മാരുടെ കാര്യം ഇങ്ങനെയൊക്കെയാ, ഇത്രയൊക്കെ ഉള്ളൂ. കല്യാണം കഴിയുന്ന ആദ്യ നാളുകൾ ഭയങ്കര സ്നേഹമായിരിക്കും, പിന്നെ ആയി കഴിയുമ്പോഴത്തേനും പറഞ്ഞിട്ടൊന്നിനും കാര്യമില്ല. അപ്പോഴത്തേക്കും വേറൊരു കൂട്ടുകാർ പറഞ്ഞു, അതെ എന്റെ കെട്ടിയവനും ഇങ്ങനെയൊക്കെ തന്നെയാ. ചിലപ്പം നല്ലതാണെങ്കിൽ ഒരു വാക്ക് പോലും പറയില്ല, കൊള്ളില്ലെങ്കിൽ ഇത്തിരിയെങ്കിലും ഒരു ഇച്ചിരി ഉപ്പ് കൂടിപ്പോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റത്തോട് കുറ്റമായിരിക്കും. അത് കഴിച്ച് തീരുന്നോളം വരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നല്ലതാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും. രേവതി പറഞ്ഞു, എന്റെ സച്ചേണ്ണ അങ്ങനെയൊന്നുമല്ല. ഞാൻ പൂരിയും കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, മസാലക്കറിയൊക്കെ. അതൊക്കെ സച്ചേട്ടൻ കഴിക്കുന്ന സമയത്ത് ഇനിയും വേണം, നല്ലതാ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ച് കഴിക്കുമെന്ന് പറയണം. ആ സമയത്ത് അവർ പറഞ്ഞു, അതൊക്കെ കല്യാണത്തിന് മുമ്പായിരിക്കും രേവതി. പിന്നെ കല്യാണത്തിന് മുമ്പൊന്നുമല്ല, അല്ല കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ നാളുകളിലായിരിക്കും എങ്കിലെന്ന് പറയണം. അതൊന്നുമല്ല, ഇപ്പോഴാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഇഷ്ടമാന്ന് പറയണം. അപ്പോഴേക്കും അവർ പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക. ഞാൻ പറഞ്ഞ ഈ സ്പെഷ്യൽ പലഹാരം നീ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അതിന്റെ കൂട്ടം എനിക്ക് അറിയത്തില്ലോ ചേച്ചി, അത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് സച്ചി നല്ലതാണെന്ന് അഭിപ്രായം പറയുവാണെങ്കിൽ നീ ഞങ്ങളോടൊന്ന് പറയണമെന്ന് പറയാം. രേവതി പറഞ്ഞു, ഉറപ്പായിട്ട് സച്ചിയുടെ നല്ലതാണെന്ന് പറയും. പിന്നെ നീ ചോദിക്കരുത് ഇത് നല്ലതാണോ അല്ലയോ ഒന്നും. ഞാൻ ചോദിക്കാനൊന്നും പോകുന്നില്ല. അപ്പോഴേക്കും അടുത്ത കൂട്ടുകാർ പറഞ്ഞു, അങ്ങനെ നമുക്ക് ബെറ്റ് വെക്കാം. ശരി, ബെറ്റ് വെച്ചേക്കാം. ഒരു 50 രൂപ ബെറ്റ് വെക്കാന്ന് പറയണം. 50 രൂപയോ 5000 രൂപ വേണമെങ്കിലും ഞാൻ ബെറ്റ് വെക്കാന്ന് രേവതി പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, 5000 രൂപ ബെറ്റ് വെക്കാനുള്ള ആസ്തിയൊന്നും എനിക്കില്ല, ഒരു 50 രൂപ വേണമെങ്കിൽ വെച്ച് വെക്കാം. ഞാൻ 50 രൂപ തരാന്ന് പറയണ. രേവതി അങ്ങനെ സമ്മതിച്ചു. പിന്നീട് രേവതി പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്, നിന്നെ പ്രശംസിച്ചല്ലോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് നീ നേരെ തന്നെ ഞങ്ങളോട് ഒന്ന് പറയാവുള്ളൂ. രേവതി പറഞ്ഞു, ഈ കാര്യത്തിൽ ഞാൻ കള്ളത്തരമൊന്നും പറയാൻ പോകുന്നില്ല, ഞാൻ നേരെ തന്നെ ഒന്ന് പറയത്തുള്ളൂ. സച്ചേട്ടൻ എന്ത് പറഞ്ഞെന്നുള്ളേ. അപ്പോഴേക്കും മറ്റു കൂട്ടുകാർ പറഞ്ഞു, രേവതി ഇതിനകത്ത് നീ ഉറപ്പായിട്ടും തോറ്റു പോകുന്നു പറയണം, നിനക്ക് ജയിക്കാൻ പറ്റില്ല. രേവതിയോട് നമുക്ക് നോക്കാം, ആരാ ജയിക്കുന്നതെന്ന് നോക്കാന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയും വിളിച്ചുകൊണ്ട് ശ്രുതി മുറിയിലേക്ക് വന്നു. ആ സമയത്ത് ശ്രുതി അലമാരിയുടെ കബോർഡും തുറന്നു കാണിക്കുകയാണ്. ഇതെന്താടാ പല കളറുള്ള ഷർട്ട് കൊണ്ട് തൂക്കിയിരിക്കുന്നേ. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അതെ 7 ദിവസം 7 കളറുള്ള ഷർട്ട് ധരിക്കണമെന്ന് ആര് പറഞ്ഞു? അതൊരു സ്വാമി പറഞ്ഞ. ഇത് കേട്ടപ്പോ ചന്ദ്രമതി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് എന്ത് മറുപടി പറയാണെന്ന് അറിയില്ല, അതിങ്ങനെ ശ്രുതിനെ തന്നെ നോക്കി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.